ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ലഞ്ച് ബ്ലോഗുമായിട്ടാണ്. ഇന്നത്തെ സ്പെഷ്യൽ ചോറിനൊപ്പം അറക്കക്കറിയും പരിപ്പ് കറിയും പിന്നെ ചെറുക്കായും ക്യാരറ്റും കൂടിയുള്ള ഉപ്പേരിയും നാളികേര ചമ്മന്തിയുമാണ്. അപ്പോൾ നമുക്ക് ബ്ലോഗിൻ്റെ വിശേഷങ്ങൾക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ കുക്കറിലേക്ക് ചോറിനുള്ള അരി കഴുകിയെടുത്ത് ചേർക്കുന്നുണ്ട്. ഇവിടെ പിന്നെ 3 പേർ മാത്രം ആയതുകൊണ്ട് അതിനുള്ള അരിയാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളവും ചേർത്ത് ഒരു വിസിൽ കൊടുത്താണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിരുന്ന് വിസിലടിക്കട്ടെ. അടുത്തതായി പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുക്കണം. ഉപ്പേരിക്കുള്ള ക്യാരറ്റും ചെറുക്കായും പിന്നെ മീൻകറിക്കുള്ള മാങ്ങയുമാണ് അരിഞ്ഞെടുക്കുന്നത്. ആദ്യം ഇതൊക്കെ സെറ്റാക്കി വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എളുപ്പമാകും. അങ്ങനെ ക്യാരറ്റ്, മാങ്ങ, തക്കാളി, പച്ചമുളക് ഇതൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ചെറുക്കായ തൊലി കളഞ്ഞെടുക്കണം. ചെറുക്കായ കൊണ്ട് ആരെങ്കിലും ഉപ്പേരി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഇതുകൊണ്ട് ഉപ്പേരി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ, അടിപൊളിയാണ്. അപ്പോൾ ഇത് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് വെള്ളം ചേർത്ത് അതിലേക്കിടാം, അല്ലെങ്കിൽ കായ പെട്ടെന്ന് കറപ്പിടിക്കും. ഇപ്പോൾ പച്ചക്കറികളെല്ലാം കഴുകിയെടുത്ത് അരിഞ്ഞെടുക്കാനായി വെച്ചിട്ടുണ്ട്. അതിനു മുമ്പായി പരിപ്പ് കറിക്കുള്ള പരിപ്പ് വേവിക്കാമെന്ന് വെച്ചു. ഞാനിവിടെ 3 പിടിക്കുള്ള പരിപ്പാണ് എടുക്കുന്നത്. ഇത് കഴുകിയെടുക്കണം. ഞാനിവിടെ പരിപ്പ് കഴുകിയെടുത്ത് കുക്കറിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് അനുസരിച്ചുള്ള 2 പച്ചമുളകും നടുക്കീറി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 5-6 അല്ലി വെളുത്തുള്ളിയും അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കാം. പിന്നെ കുക്കറിൽ പരിപ്പ് മാത്രമായ കാരണം 1-2 വിസിൽ കൊടുത്താണ് വേവിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരുന്ന് വിസിലടിക്കട്ടെ. ഇനി നമുക്ക് പച്ചക്കറി അരിഞ്ഞെടുക്കണം. ആദ്യം ചെറുക്കായാണ് അരിഞ്ഞെടുക്കുന്നത്. പിന്നെ ഉപ്പേരിക്കൊക്കെ പച്ചക്കറികൾ അരിഞ്ഞെടുക്കുമ്പോൾ ചെറുതായിട്ടാണ് അരിഞ്ഞെടുക്കാറുള്ളത്. അങ്ങനെ അരിയുമ്പോഴാണ് കാണാനും ഭംഗിയും അതുപോലെ തന്നെ ടേസ്റ്റിയും. അങ്ങനെ ചെറുക്കായ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ക്യാരറ്റ് ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കണം. ഇനി അരിഞ്ഞെടുത്ത ക്യാരറ്റും ചെറുക്കായും ഒരുമിച്ച് കഴുകിയെടുത്ത് വരാം. ശേഷം ഒരു മൺകലത്തിലേക്ക് വേവിക്കാൻ വേണ്ടി നുറുക്കിയെടുത്തത് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ പാകത്തിന് വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ ഇവിടെ ചോറ് റെഡിയായിട്ടുണ്ട്. അടുത്തതായി ഞാനിവിടെ മീൻകറിക്കുള്ളത് റെഡിയാക്കിയെടുക്കുന്നുണ്ട്. നാളികേരം പാൽ ചേർത്താണ് മീൻകറി വെക്കുന്നത്. ഒരു ബൗളിലേക്ക് നാളികേരം 1-ാം പാലും 2-ാം പാലും ചേർക്കുന്നുണ്ട്. അങ്ങനെ നാളികേരപ്പാൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം. ഞാനിതിലേക്ക് 5-6 ചുവന്നുള്ളി അരിഞ്ഞതും 3 വെളുത്തുള്ളി അരിഞ്ഞതും ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് നടുക്കീറിയതും 2 പച്ചത്തക്കാളി അരിഞ്ഞതുമാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് പുളിക്കായി 5-6 ചെറിയ കഷ്ണം കുടംപുളിയാണ് ചേർക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഞാനിവിടെ കൂടുതലും കശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്.
പിന്നെ നാളികേരപ്പാൽ നല്ല കട്ടിയുള്ള കാരണം കുറച്ചുകൂടി വെള്ളം ചേർത്ത് ലൂസാക്കിയെടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് പാൽ ലൂസാക്കിയെടുത്താൽ പിന്നെ പാൽ പിരിഞ്ഞു പോകില്ല. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഈ ഒരു വശത്ത് ഉപ്പേരിക്കുള്ള കായയും ക്യാരറ്റും പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇത് അടുപ്പിൽ നിന്നും മാറ്റി വെക്കാം. എന്നിട്ട് മീൻകറിക്കുള്ള പാത്രം വെക്കാം. ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് മീൻകറി തിളപ്പിച്ചെടുക്കുന്നത്. എന്നാലാണ് പാൽ പിരിയാതെ ഇരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ തുടരെ ഇളക്കി കൊടുക്കുകയും വേണം. ഇപ്പോൾ നാളികേരപ്പാൽ നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയെടുത്ത അറക്കിമീൻ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് തിളച്ച് വറ്റി വരണം. ഇപ്പോൾ മീൻകറി തിളച്ച് ചെറുതായി വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും ചേർത്തിളക്കി കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായി മീൻകറിക്കുള്ളത് താളിച്ചെടുക്കണം. അതിനു വേണ്ടി ഇവിടെ ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് പാകത്തിന് വെളിച്ചെണ്ണയും ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണയും ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 5-6 ചുവന്നുള്ളി അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് വഴറ്റി കൊടുക്കുന്നുണ്ട്. ചുവന്നുള്ളി ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 നുള്ള ഉലുവയും ചേർത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ താളിച്ചെടുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മീൻകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ മീൻകറി റെഡിയായി. ഇനി പരിപ്പ് കറിക്കുള്ള നാളികേരം അരച്ചെടുക്കണം. അതിനുവേണ്ടി മിക്സി ജാറിലേക്ക് 1/2 മുറി നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 അല്ലി വെളുത്തുള്ളിയും 5-6 ചുവന്നുള്ളിയും ചേർത്ത് പാകത്തിന് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കണം. അങ്ങനെ പരിപ്പ് കറിക്കുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ഇപ്പോൾ പരിപ്പ് നന്നായി പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓൺ ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചെറിയൊരു തിള വരുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായി ചമ്മന്തിക്ക് വേണ്ടി ഒരു മിക്സി ജാറിലേക്ക് 1/2 കപ്പ് നാളികേരം ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 6 ചുവന്നുള്ളിയും 2 ചെറിയ കഷ്ണം മാങ്ങയും ചേർക്കുന്നുണ്ട്. പിന്നെ 4 പച്ചമുളകും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി അരച്ചെടുക്കണം. അങ്ങനെ ഇവിടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഉപ്പേരിക്കുള്ളത് താളിക്കാൻ വേണ്ടി ചെറിയ ഉരുളിൽ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ചതച്ചെടുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് താളിച്ചെടുക്കണം. ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ചേർത്ത് താളിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് ഈ കറിക്ക്. നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകവും ചേർക്കുന്നുണ്ട്. പിന്നെ 1 തണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ 2 വറ്റൽമുളകും ചേർത്ത് താളിച്ചെടുക്കാം. ഇപ്പോൾ താളിച്ചെടുത്തതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പരിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. അങ്ങനെ പരിപ്പ് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതേ ചീനച്ചട്ടിയിലേക്ക് തന്നെ ഉപ്പേരിക്കുള്ളത് താളിച്ചെടുക്കണം. ഞാനിവിടെ ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ചേർത്ത് ചതച്ചെടുത്ത ഉള്ളിയും വെളുത്തുള്ളിയും ചേർത്തിളക്കി കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് എരിവിന് വേണ്ടി ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്തിളക്കി റോ ഫ്ലേവർ മാറി വരുമ്പോൾ വേവിച്ച് വെച്ച കായയും ക്യാരറ്റും ചട്ടിയിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം.
അങ്ങനെ ഉപ്പേരിയും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഉച്ചയൂൺ സ്പെഷ്യൽ. പിന്നെ പപ്പടവും വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.